ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഉച്ചഭക്ഷണമാണ്. ഒരുപാട് നാളിന് ശേഷമാണ് ഉച്ചഭക്ഷണ വീഡിയോ ഇടുന്നത്. ഇന്ന് ഞാൻ വീട്ടിൽ വന്നാണ് കഴിക്കുന്നത്. ഇതുവരെ കുറച്ച് കാലമായിട്ട് ആഹാരം എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ചോറ് വിളമ്പി ഇനി ഒരു ചെറിയ ഓംലെറ്റാണ്, ഒരു മുട്ടയുടെ ഓംലെറ്റാണ്. ഞാൻ ഉള്ളി പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഇന്ന് ഇങ്ങനെ കഴിക്കാനാണ് ആഗ്രഹം, അതുകൊണ്ട് അങ്ങനെ കഴിക്കും. അതാ അപ്പോൾ നമ്മുടെ ഒരു മുട്ട ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത എനിക്കുള്ളത് ചമ്മന്തിയാണ്. നാട്ടിൽ അമ്മയൊക്കെ സ്കൂളിലൊക്കെ തന്നു വിടുന്ന അതേ തേങ്ങ ചമ്മന്തി ഞാനിന്ന് എൻ്റെ മോൾക്കും റെഡിയാക്കി. പക്ഷേ അവൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല, താല്പര്യം കുറവാണെന്നാലും ഞാൻ പെട്ടെന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോൾ എഴുന്നേക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തേങ്ങ ചമ്മന്തി ഉണ്ട്. മുളകൊക്കെ ചുട്ടരച്ച് പുളിയും സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി എല്ലാം വെച്ച് നല്ലതായിട്ട് അരച്ചതാണ്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ഉരുളക്കിഴങ്ങ് തീയലാണ്, വരട്ടിയെടുത്തതാണ്. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്ലാസ് വെള്ളവും കൂടെ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കാൻ തുടങ്ങാം. എല്ലാ കൂട്ടുകാരും ഊണ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഞാൻ ചമ്മന്തിയുടെ ടേസ്റ്റാണ്. എത്ര കറികളുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ ഒരു പ്ലേറ്റ് ചോറ് വേണേലും ഞാൻ കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ശകലം മുട്ടയൊക്കെ പിച്ചി വെച്ച് 5-ാം ക്ലാസ് തൊട്ടൊക്കെ കഴിച്ച ആ ഒരു ഓർമ്മയിൽ നമുക്ക് നമ്മുടെ ഉച്ചഭക്ഷണം തുടങ്ങാം. കണ്ടോ, ഇനി അടുത്ത തീയിൽ വെച്ച് എല്ലാ ഐറ്റങ്ങളും ഞാൻ ആദ്യം വെച്ചതിന് ശേഷം ഞാൻ കുറേശ്ശെ കഴിക്കുള്ളൂ. ഇട്ട് മൊത്തം കൂടെ പുരട്ടി കഴിക്കില്ല. ആഹാ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.